നമുക്കറിയാം പറയുന്നവരെ, അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനം പ്രകാശം കണ്ടു എന്നാണ് പറയുന്നത്. അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനം പ്രകാശം കണ്ടു. ആ പ്രകാശം ഏതാണെന്ന് ചോദിച്ചാൽ ക്രിസ്തു. എന്റെയും നിങ്ങളുടെയും ഒക്കെ പാപങ്ങളുടെ പരിഹാരം ചെയ്യുവാനായിട്ട് ഈ ലോകത്തിലേക്ക് അവതാരം ചെയ്തവനാണ് ക്രിസ്തു. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തു ലോകത്തോട് പ്രഖ്യാപിക്കുന്നത്, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് എന്നുള്ളത്. ഒരു കാര്യം നമുക്ക് ചിന്തിച്ചു നോക്കാം. ഈശോ സനാതനമായ പ്രകാശമാണ്, അല്ലെങ്കിൽ നിത്യപ്രകാശമാണ് എന്ന് പങ്കുവയ്ക്കുമ്പോഴും പ്രഖ്യാപിക്കുമ്പോഴും പ്രഘോഷിക്കപ്പെടുമ്പോഴും ക്രിസ്തുവാകുന്ന പ്രകാശത്തിലേക്ക് നമുക്ക് എത്രത്തോളം അടുക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ട വസ്തുത. പക്ഷേ ഞാൻ ആരംഭത്തിൽ പറഞ്ഞു, ലോകമെമ്പാടുമുള്ള മലയാളികളെ പ്രത്യേകമായി എപ്പോഴാണ് ഇപ്പോഴത്തെ കൂടി കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ്. ഒരുപക്ഷെ എവിടെയായിരിക്കുന്ന ഒട്ടുമിക്ക ഒത്തിരിയേറെ കുട്ടികളോടൊപ്പം ഞാനും ആ സിനിമ കാണുവാനായിട്ടിടയായി. പക്ഷേ നമുക്കറിയാം എന്താണ് അത് പ്രതിപാദിക്കുന്ന ഒരു വസ്തുത എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവപുത്രനെ തന്നെ വികലമാക്കുന്ന ചില നേർചിത്രങ്ങളാണ് ലോകത്തിന് മുഴുവനായിട്ട്, ലോകത്തിന്റെ മുൻപിലേക്ക് പ്രഖ്യാപിക്കപ്പെടുന്നത്. അതായത്, if the Son of God is made a mistake, he has to approach who? Devil. ദൈവം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ ദൈവത്തിന് സഹായകമാകുന്നത് അത് പിശാചാണ് എന്നുകൂടിയാണ് ആ സിനിമയുടെ മറ്റൊരു ക്യാപ്ഷൻ കാണിച്ചു തരുന്നത്. ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സാത്താനല്ലാതെ പിശാചല്ലാതെ ആരാണ് അത് തിരുത്തി തരുവാനായിട്ട്, ആരാണ് അതിനെ നേർവഴിക്ക് നയിക്കുവാനായിട്ട് കടന്നു വരുന്നത് എന്നുള്ളൊരു വലിയ ക്യാപ്ഷനോട് കൂടിയാണ് സിനിമ അധികരിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ലേ ജോസഫ്? ഓക്കെ, അപ്പൊ ഞാൻ പങ്കുവയ്ക്കുന്ന മാത്രമാണ്. പണ്ട് ഏകദേശം ഒരു 2000 കാലഘട്ടത്തിലാണ് ഞാനൊരു മറ്റൊരു സിനിമ കാണാനായിട്ടിടയായി. നന്ദനം എന്ന് പറയുന്ന ഒരു സിനിമ, നല്ല അടിപൊളി പൃഥ്വിരാജിന്റെ ആദ്യത്തെ ഒരു സിനിമയായിരുന്നു. ഞാൻ പറയാൻ കാരണം പ്രകാരമാണ്, വെളിച്ചാൽ വെളിപ്പുറത്തൊരു ദൈവമുണ്ട് എന്ന് ഇതിലും മനോഹരമായിട്ട് കാണിക്കാവുന്ന മറ്റൊരു മാധ്യമ മേഖലയില്ല. കാരണം എല്ലാവരും സിനിമ കാണാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. സിനിമാ തിയേറ്ററുകളിലേക്ക് കുടുംബസഹിതം ടിക്കറ്റുകൾ എടുത്ത് ആസ്വദിക്കാനായിട്ട് കടന്നു പോകുന്നവരാണ്. അപ്പോൾ ആ സിനിമയില് ഗുരുവായൂരപ്പനെയാണ് അത് പ്രദാനം ചെയ്യുന്നത്. അദ്ദേഹത്തിന്, അല്ലെങ്കിൽ വെളിച്ചാൽ വെളിപ്പുറത്തൊരു ദൈവമുണ്ട് എന്ന് ഏറ്റവും മനോഹരമായിട്ട് ആ സിനിമ അവതരിപ്പിക്കപ്പെടുമ്പോൾ അതിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഏറ്റവും നല്ല രീതിയിലാണ് അവിടെ കാണിച്ചു കൊടുക്കുന്നത്. പക്ഷെ എന്നാൽ വർഷങ്ങൾ പിന്നിടുമ്പോൾ സിനിമയിൽ കൂടിയും മാധ്യമങ്ങളിൽ കൂടിയും അല്ലെങ്കിൽ ആളുകളുടെ സ്വഭാവ രീതിയിൽ കൂടിയും ഒക്കെ ഒരു ചെകുത്താന്റെ സന്തതികൾ ഓരോ വ്യക്തിത്വങ്ങളിലും ഒക്കെ ഞാനും നിങ്ങളും ഒക്കെ അറിയാതെ അടിമപ്പെടുകയാണ് ചെയ്യുന്നത്. ചിന്തിച്ചു നോക്കാം നമുക്കൊന്ന്. കാരണം ഇന്ന് ലോകത്തില്, പ്രത്യേകിച്ച് ലോകമെമ്പാടുമുള്ള മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള സകലമായ ആളുകൾ പല ഭാഷകളിൽ കൂടി ഈ സിനിമ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരിലേക്കും എത്തുന്ന ഒരൊറ്റ വാക്യമാണിത്: ദൈവപുത്രൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെകുത്താനെ അല്ലാതെ പിന്നെ വേറെ ആരെയാണ് സഹായത്തിന് വിളിക്കേണ്ടത് എന്നുള്ള ഈ ക്യാപ്ഷനോട് കൂടി. പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, 2025 അല്ലെങ്കിൽ 2024 പൂർത്തിയാക്കി 2025 പ്രവേശിച്ചിട്ടില്ലേതാണ്. 90 ദിവസങ്ങൾ പിന്നിടുകയാണ്, 3 ദിവസങ്ങൾ പിന്നിടുകയാണ്. എത്രമാത്രം കൊള്ളര കളയുന്നതും അല്ലെങ്കിൽ എത്രമാത്രം തരത്തിലുള്ള തിന്മകൾ കൂടിയാണ് നമ്മുടെ സമൂഹം കടന്നു പോകുന്നത്. ഒരുപക്ഷെ മദ്യപാനം എന്ന് പറയുന്നത് വലിയൊരു തിന്മയായിട്ട് കണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതിനും മുകളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നമ്മുടെ ഈ സമൂഹവും ഈ കാലഘട്ടവും. ഒക്കെ വത്തിക്കാന്റെ ഔദ്യോഗിക എക്സോസിസ്റ്റ് ബോധോചാരകനായ ഗബ്രിയേൽ മർത്തോസ് അദ്ദേഹം പങ്കുവയ്ക്കുന്ന കാര്യമുണ്ട്. ലഹരിക്ക് അടിമപ്പെട്ട് ഒരു സമൂഹം കടന്നു പോകുന്നുണ്ടെങ്കിൽ ചിന്തിച്ചു കൊള്ളുക, സാത്താനെ ആരാധിക്കുന്ന സമൂഹത്തിന്റെ മധ്യത്തിലേക്കാണ് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. വത്തിക്കാന്റെ റോമിന്റെ ഔദ്യോഗിക ഭൂതോച്ചാരകനായ ഗബ്രിയേൽ പങ്കുവയ്ക്കുന്ന ഒരു കാര്യമാണ്. ലഹരിക്ക് അടിമപ്പെട്ട ഒരു സമൂഹം കടന്നു പോകുന്നുണ്ടെങ്കിൽ അവിടെ സാത്താനെ ആരാധിക്കുന്ന, സാത്താനെ സേവിക്കുന്ന ഒരു സമൂഹത്തിന്റെ മധ്യത്തിലേക്കാണ് നമ്മൾ പ്രവേശിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്നുള്ളത്.
2025 നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ മഹാവിപത്ത് ഒരുപക്ഷെ പ്രളയത്തെക്കാളും ഭൂകമ്പത്തെക്കാളും അതുമല്ലെങ്കിൽ നാം കണ്ട കൊറോണയെക്കാളും ഒക്കെയാണ് ഏറ്റവും വലിയ മഹാവിപത്തിന്റെ നടുവിൽ അഭിമുഖങ്ങളെ നമ്മൾ ജീവിക്കുന്നത് ഈ ലഹരിയുടെ മധ്യത്തിൽ. അപ്പനെയും അമ്മയെയും തിരിച്ചറിയാൻ പറ്റാത്തവരാണ്, സഹോദരനെയും സഹോദരിയെയും തിരിച്ചറിയാൻ പറ്റാത്തവർക്കാണ്, ബന്ധങ്ങൾക്ക് മൂല്യം കൊടുക്കാത്ത രീതിയിലുള്ള ഒരു യുവ തലമുറ ലഹരിക്ക് അടിമപ്പെട്ട് പോകുന്നുണ്ടെങ്കിൽ ചിന്തിച്ചു കൊള്ളുക, നാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മിസ്റ്റർ പൗലോസ്ലീഹ തിമോഥെയോസിനെ എഴുതിയ ലേഖനത്തിന് 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ പങ്കുവയ്ക്കുന്നത് ഇപ്രകാരമാണ്: അവസാന കാലഘട്ടമാകുമ്പോഴേക്കും ക്ലേശങ്ങള് കൂടി വരും. അവസാന കാലഘട്ടങ്ങൾ അടുക്കുമ്പോഴേക്കും ക്ലേശങ്ങള് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരുപക്ഷെ ഇന്ന് ഈ കാലഘട്ടം ഞാനും നിങ്ങളുമൊക്കെ ആയിരിക്കുന്ന ഈ കാലഘട്ടത്തില് പ്രത്യേകിച്ച് യുവജനങ്ങൾ മാത്രമല്ല ഞാൻ കുറ്റപ്പെടുന്നത്, നാം ഈ കടന്നു പോകുന്നതും നേരിടുന്നതുമായിട്ടുള്ള ഒട്ടനവധി ആളുകളിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്തതിന് ഏറെയുള്ള സംഘർഷാവസ്ഥകൾ രൂപപ്പെടുത്തിയിരിക്കുന്നത് ഈ ലഹരിയുടെ അമിത ഉപയോഗം മൂലം തന്നെയാണ്. മനസ്സിലാക്കിക്കൊണ്ടു. പിന്നെ മറ്റൊരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് വെച്ച് നിങ്ങളവരെ നമ്മുടെയൊക്കെ ക്യാമ്പസുകൾ, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ പോലും, അല്ലെങ്കിൽ നമ്മൾ ആയിരിക്കുന്ന 4 പേർ ചേർന്നിരുന്ന് സംസാരിക്കുന്നതിനിടയിലേക്ക് പോലും ലഹരിയിലൂടെ വലിയ പ്രതിസന്ധി കുമിഞ്ഞു കൂടുമ്പോൾ മനസ്സിലാക്കണം, ഇതിൽ നിന്നൊരു മോചനമില്ല എന്നുള്ളത്. കൊറോണ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിച്ചിരുന്ന ഇതെല്ലാം തീരുന്നതെന്നുള്ളത്, പക്ഷേ അതിന് ഏകദേശം ഒരു അവസാനം സംഭവിച്ചു. പക്ഷേ ഈ ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്ന മക്കൾ, യുവജനങ്ങൾ അവര് തിരിച്ചറിയുന്നില്ല. ഇതില്ലാതെ അവർക്ക് ഒരു നിമിഷം പോലും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ള വലിയൊരു വസ്തുതയാണ് നാം മനസ്സിലാക്കേണ്ടത്. സിനിമകളിൽ കൂടിയും അല്ലെങ്കിൽ മറ്റുള്ള നവമാധ്യമങ്ങളിൽ കൂടിയും ഒക്കെ പ്രചരിക്കപ്പെടുന്ന ഈ മാധ്യമ ലഹരി സംസ്കാരം അത് നശിപ്പിക്കേണ്ടത് നമ്മുടെയൊക്കെ ഉത്തരവാദിത്തങ്ങൾ തന്നെയാണ്. പക്ഷെ ഈ കഴിഞ്ഞ ദിവസവും ഇപ്രകാരം ഒരു ന്യൂസ് ഞാൻ വായിച്ചതാണ്. 2 ദിവസം മുൻപ് ലഹരിയുമായിട്ട് പിടിയിലായ, MDMA-യുമായിട്ട് പിടിയിലായ ഒരു പയ്യനെ, ബാംഗ്ലൂർ പഠിക്കുന്ന ഒരു പയ്യനെയാണ് അവര് പോലീസ് അറസ്റ്റ് ചെയ്തു. ഹോസ്പിറ്റലിൽ കൊണ്ട് ചെന്നാക്കി ആ സമയത്ത് അവൻ ഹോസ്പിറ്റലിന്റെ ഗ്ലാസ് പൊട്ടിച്ച് 2-ാമത്തെയോ 3-ാമത്തെയോ നിലയിൽ നിന്ന് അവൻ താഴേക്ക് ഊർന്നിറങ്ങി രക്ഷപ്പെട്ടു. അപ്പോൾ ഇന്നലെയും ഇന്നൊക്കെയായിട്ട് കേരള പോലീസ്, തൃശ്ശൂർ ബേസ് ചെയ്തിട്ടുള്ള കേരള പോലീസ് അവരെ തപ്പി ഇറങ്ങിയേക്കുമാണ്. മെനിഞ്ഞാന്ന് നടന്നൊരു ന്യൂസാണ്. ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല. ഇതുപോലെ ഒന്നിന് പിറകെ ഒന്നൊന്നായിട്ട് ഒട്ടനവധി വാർത്തകളാണ് മാധ്യമങ്ങളിൽ കൂടി നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുടുംബങ്ങളില് ഇത് വന്നു ചേരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. നമ്മുടെയൊക്കെ കുടുംബങ്ങളില്, നമ്മുടെയൊക്കെ മക്കൾ വഴിയായിട്ട്, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവർ വഴിയായിട്ട് ലഹരിയുടെ ഈ വലിയ ലോകം സൃഷ്ടിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തില് നമ്മുടെയൊക്കെ കുടുംബത്തിലേക്ക്, നമ്മുടെയൊക്കെ വീട്ടുമുറിയിലേക്ക്, വിസിറ്റിംഗ് റൂമിലേക്ക് ഇത്രമാത്രം വലിയ പ്രതിസന്ധി പ്രവേശിക്കാതിരിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റുള്ളൂ. എത്രയോ അപ്പനമ്മമാരുടെ കണ്ണുനീരെന്നറിയാമോ കേരളത്തില് വീണുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്, എമ്പുരാൻ സിനിമ കാണാനായിട്ട് നിങ്ങളോടൊപ്പം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ആ തിയേറ്ററിൽ നടന്ന കോലാഹലമാണ് അതിനേക്കാളും രസകരം. നമ്മുടെ മലയാളി പിള്ളേര് കൂട്ടമായിട്ട് തിരിഞ്ഞ് അടിയുണ്ടാക്കുന്നതിന്റെ ചിത്രം ഞാനും കണ്ടിരുന്നു നിങ്ങളോടൊപ്പം തന്നെ. പക്ഷെ മനസ്സിലാക്കുക, വാട്ട് ഈസ് ദ ക്വാളിറ്റി ഓഫ് അവർ ലൈഫ്? വാട്ട് ഈസ് ദ ക്വാളിറ്റി ഓഫ് അവർ ലൈഫ്? നമ്മൾ എന്ത് സംസ്കാരമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഞാൻ പലപ്പോഴും നിങ്ങളോട് പറയാൻ, മക്കളെ പുറത്തൊക്കെ പോകുമ്പോൾ ക്ലാസ് ആയിട്ട് പോകണമെന്ന്. പക്ഷെ അവിടെ നിങ്ങളുടെ കണ്ട രീതികളും നിങ്ങൾ കാണിച്ചു കൂട്ടിയ പെരുമാറ്റങ്ങളും അത് പുറത്തിരുന്ന് മറ്റൊരു പുറത്തേക്കൊക്കെ വാള് വയ്ക്കുന്ന ഒരു രംഗങ്ങൾ പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. വേറെ നമ്മൾ എവിടേക്കാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്? നമ്മൾ എങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? വാട്ട് ഈസ് ദ കൾച്ചർ? എന്ത് സംസ്കാരമാണ് നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുന്നത്? പക്ഷെ ഒരു കാര്യം നാം മനസ്സിലാക്കണം, നാം ഇപ്രകാരം നമ്മൾ ചെയ്യുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും എനിക്കുമുണ്ട് അപ്പനും എനിക്കുമുണ്ട് അമ്മയും എനിക്കും ഒരു കുടുംബമുണ്ട് എന്നുള്ളൊരു കാര്യമാണ് നാം മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷെ എന്റെ അപ്പനും എന്റെ അമ്മയും ഒന്നും അറിയാതെ ഞാൻ കാണിച്ചു കൂട്ടുന്ന പേക്കോലങ്ങള്, ഞാൻ കാണിച്ചു കൂട്ടുന്ന കൊള്ളരുതായ്മയുടെയും തിന്മയുടെയും ഒക്കെ കാര്യങ്ങള് എന്റെ അപ്പനും അമ്മയും ഒന്നും അറിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇപ്രകാരമുള്ള തിന്മയിലേക്ക് കടന്നു പോകുമ്പോൾ നിങ്ങൾ ആരെയാണ് വഞ്ചിക്കുന്നത്? നിങ്ങൾ ആരോടാണ് തെറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങളോട് തന്നെയാണ്. മനസ്സിലാക്കിക്കൊള്ളുക, നീ തെറ്റ് ചെയ്യുന്നത്, നീ തിന്മയിൽപ്പെട്ട് പോകുന്നത്, നാശം സംഭവിക്കുന്നത് നിന്റെ
കുടുംബത്തിന് മാത്രമല്ല നിനക്ക് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം.